പണ്ടത്തേക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാറ്റി ലിവർ അല്ലേ? നമ്മൾ പരിശോധിക്കുന്ന ഒരു 5 പേരെടുത്താൽ അതിൽ 3 പേർക്കും ഗ്രേഡ് 1 എങ്കിലും ഫാറ്റി ലിവർ കാണപ്പെടുന്നുണ്ട്. ശരിക്കും ഇത് നമ്മൾക്ക് നേരത്തെ തിരിച്ചറിയാവുന്നതാണ്. ചില ലക്ഷണങ്ങളിലൂടെ നമ്മൾക്ക് അമിതമായിട്ടുണ്ടാകുന്ന ക്ഷീണം, നമ്മൾക്ക് ഒട്ടും പറ്റാത്ത ഒരു തരത്തിലുള്ള ഒരു ക്ഷീണം ഉണ്ടാകുക, അതുപോലെ തന്നെ ഭക്ഷണത്തിനോട് ഒരു വെറുപ്പ്, നമുക്ക് ഭക്ഷണം വേണ്ടാത്തൊരവസ്ഥ, നമ്മൾക്ക് വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ, ശരീരത്തിൻ്റെ കൈകാലുകളിലും മുഖത്തൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ, അതുപോലെ തന്നെ വയറിൻ്റെ വലത് ഭാഗത്ത് മുകളിലായിട്ട് വേദന ഉണ്ടാകുക, നമ്മൾക്കതുപോലെ തന്നെ നടക്കുമ്പോൾ ചെറിയ കിതപ്പുണ്ടാകുക, ഇതെല്ലാം നമ്മൾക്ക് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളാകാം. അപ്പോൾ ഇത് മുൻകൂട്ടി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് എത്രയാണെന്നുള്ളത് നമ്മൾക്ക് ഒരു സ്കാനിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റിലൂടെയൊക്കെ നമ്മൾക്ക് തിരിച്ചറിയാവുന്നതാണ്. കൂടുതലായിട്ട് നമ്മൾ മരുന്നുകൾ തന്നെയാണ് ഫാറ്റി ലിവർ മാറുന്നതിന് ആശ്രയിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഹാബിറ്റുകൾ, കാരണം ഇതൊരു ജീവിതശൈലി രോഗം കൂടിയാണല്ലോ, അപ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ തന്നെ അതിന്, അതായത് നമ്മുടെ ഫാറ്റി ലിവറിന് നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതിനാദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഭാരത്തിൻ്റെ ഒരു 10% നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റേതായ നമ്മൾക്ക് വ്യായാമം ചെയ്യുകയോ ഡയറ്റ് എടുക്കുകയോ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് ഒരു 10% വെയിറ്റ് കുറച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ധാരാളം പച്ചക്കറികളും സലാഡുകളും എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ, നല്ലൊരു മെറ്റാബോളിസം നിങ്ങൾക്ക് ലിവറിൽ ഫാറ്റ് അടിയുന്നതിന് തടയുകയും, ഫൈബറുകൾ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, കോൺസ്റ്റിപ്പേഷനൊക്കെ ഒഴിവാക്കി കൃത്യമായൊരു മലശോധന ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യാം. അതുപോലെ തന്നെ മദ്യപാനവും പുകവലിയും അതുപോലെ വറുത്തതും പൊരിച്ചതും കരിച്ചതുമായിട്ടുള്ള ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഒരു ഭക്ഷണ രീതിയിൽ നിന്ന് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക. പഞ്ചസാരയുടെ ഉപയോഗം, പഞ്ചസാര ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, ബേക്ക്ഡ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ്, ഇതെല്ലാം തന്നെ നമ്മൾ മാക്സിമം ഒഴിവാക്കി കൊണ്ടുവരിക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ റെഡ് മീറ്റ് കഴിക്കുന്നത് നമ്മൾ മാക്സിമം കുറയ്ക്കുക. പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ചവച്ചരച്ച്, കാരണം നമ്മുടെ ദഹനം തുടങ്ങുന്നത് നമ്മുടെ ഉമിനീരിൽ നിന്നാണ്. അപ്പോൾ കൃത്യമായി തന്നെ കുറച്ച് സമയമെടുത്ത് ചവച്ചരച്ച് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. കൃത്യമായ വ്യായാമം നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളുണ്ടായില്ല, മത്തി പോലുള്ളവ, ഇവയൊക്കെ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്തി കഴിക്കുന്നത് ഫാറ്റി ലിവർ കുറയ്ക്കുന്നതിനെ നന്നായിട്ട് സഹായിക്കും. ശരിക്കും അതിലടങ്ങിയിരിക്കുന്ന ആ ഒരു കുഞ്ഞൻ മത്സ്യത്തിന് ഇതിനുള്ളൊരു നല്ലൊരു പവറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മത്സ്യങ്ങളും ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു 2 ആഴ്ച ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള ഈ ഒരു ഫാറ്റി ലിവറിൻ്റെ തോത് നന്നായിട്ട് തന്നെ കുറയുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തവണ നമ്മുടെ ആ ഒരു ഫാറ്റി ലിവർ കുറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് മുന്നോട്ട് ഒരു നല്ലൊരു ഊർജ്ജം നമ്മുടെ ശരീരത്തിനുണ്ടാകും. വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയും നമ്മുടെ മനസ്സും ഒക്കെ അതിന് സജ്ജമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹാബിറ്റുകൾ ഒഴിവാക്കുക. ഈ ഭക്ഷണങ്ങളെല്ലാം ഫോളോ ചെയ്യുക.